രജപാലക ദേവനാദം കേട്ടു ആമോദരാ വർണ്ണരാജികൾ പിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ രാജകുമാരിയോട് തിങ്കൾ കലപാടി. Thank you, Jesus. 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 എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്താലും, പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്താലും, പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്താലും, ഹോളി സ്പിരിറ്റ് അങ്ങേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഹോളി സ്പിരിറ്റ് അങ്ങേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്താലും, പരിശുദ്ധാത്മാവിനെ എല്ലാവരും വെൽക്കം ചെയ്താലും, പരിശുദ്ധാത്മാവിനെ എല്ലാവരും വെൽക്കം ചെയ്താലും. ഓ പരിശുദ്ധാത്മാവെ അങ്ങേക്ക് വെൽക്കം. യേശു ക്രിസ്തുവിനെ വെൽക്കം ചെയ്താലും, യേശു ക്രിസ്തുവിനെ വെൽക്കം ചെയ്താലും, എല്ലാ യേശു ക്രിസ്തുവിനെ വെൽക്കം ചെയ്താലും. Oh, we are waiting upon you, Lord. 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 Hallelujah. Holy Spirit, please come. Please come. Please welcome this meeting. Hallelujah. ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനായി ഞങ്ങൾ ക്ഷണിക്കുന്ന കർത്താവ് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ മീറ്റിംഗ് ആക്കി മാറ്റിയാണ്. പരിശുദ്ധാത്മാവിന്റെ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ വിളിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ പ്രസൻസിനായിശോ, ഞങ്ങളുടെ പ്രസൻസിനായിശോ സറണ്ടർ ചെയ്യൂ, സറണ്ടർ ചെയ്യൂ, സറണ്ടർ ചെയ്യൂ. ഹോളി സ്പിരിറ്റിന്റെ മീറ്റിങ്ങിനായി സറണ്ടർ ചെയ്യുന്നു. ഹോളി സ്പിരിറ്റിന്റെ മീറ്റിങ്ങിനായി സറണ്ടർ ചെയ്യുന്നു. ഹോളി സ്പിരിറ്റിന്റെ മീറ്റിങ്ങിനായി സറണ്ടർ. ഹോളി സ്പിരിറ്റിന്റെ മീറ്റിങ്ങിനായി സറണ്ടർ ചെയ്യുന്നു. ഹോളി സ്പിരിറ്റിന്റെ മീറ്റിങ്ങിനായി സറണ്ടർ ചെയ്യുന്നു. ഹോളി സ്പിരിറ്റിന്റെ മീറ്റിംഗ് ആണ്, പരിശുദ്ധാത്മാവിന്റെ മീറ്റിംഗ് ആണ്. നന്ദി. ഞങ്ങളെല്ലാം ദൈവദിനത്തിൽ താഴ്ച കർത്താവ് സമർപ്പിക്കുകയാണ്. കർത്താവ് കടന്നു വരുന്നവരെല്ലാം കൂട്ടിക്കൊണ്ട് വരുന്നതിനായ സ്തോത്രം. ഹാലലൂയ. പരിശുദ്ധാത്മ എല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിച്ചാലും, എല്ലാവരും ഹോളി സ്പിരിറ്റിനെ വിളിച്ചാൽ, നിങ്ങളായ സ്ഥാനത്ത് പരിശുദ്ധാത്മാവിനെ എല്ലാവരും ക്ഷണിച്ചാലും, നിങ്ങളായ സ്ഥാനത്ത് പരിശുദ്ധാത്മാവിനെ എല്ലാവരും ക്ഷണിച്ചാലും, നിങ്ങളായ സ്ഥാനത്ത് പരിശുദ്ധാത്മാവിനെ എല്ലാവരും ക്ഷണിച്ചാലും, പരിശുദ്ധാത്മാവെ എന്നാണ് എല്ലാവരും ക്ഷണിച്ചാൽ, പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചാൽ, നിങ്ങളായ സ്ഥാനത്ത് പരിശുദ്ധാത്മാവിനെ എല്ലാവരും ക്ഷണിച്ചാലും, പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചാലും. ഹല്ലേലൂയ. എല്ലാവരും ആയ സ്ഥാനത്ത് പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചാലും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീഡിയോ ഓപ്പൺ ചെയ്യാമെങ്കിൽ എല്ലാവരും വീഡിയോ ഓപ്പൺ ചെയ്താലും, വീഡിയോ ഓപ്പൺ ചെയ്യാമെങ്കിൽ വീഡിയോ ഓപ്പൺ ചെയ്താലും. ഉറഖന ശന്തൽ ഖബന ഹസ്തന. ഹല്ലേലൂയ. വീഡിയോ ഓപ്പൺ ചെയ്യാമെങ്കിൽ എല്ലാവരും വീഡിയോ ഓപ്പൺ ചെയ്താലും. പ്രൈസ് ഗോഡ്. ഹോളി സ്പിരിറ്റ് വെൽക്കം. ഹോളി സ്പിരിറ്റ് വെൽക്കം. ഹോളി സ്പിരിറ്റ് വെൽക്കം. Holy Spirit, welcome. Holy Spirit, welcome. Welcome, Holy Spirit. Welcome, Holy Spirit. Welcome, Holy Spirit. Welcome, Holy. എല്ലാവരും പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചാലും, പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചാലും, നിങ്ങളുടെ ഉൾമുറിയിലൂടെ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചാലും, ഉൾമുറിയിലൂടെ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചാലും. We praise you. We give you glory, honor, worship you, worship you, worship you. We worship you, worship you, worship. എല്ലാവരും വർഷിപ്പ് ചെയ്താലും, അല്പസം വർഷിപ്പ് ചെയ്താലും, എല്ലാവരും വർഷിപ്പ് ചെയ്താലും, ദൈവത്തെ വർഷിപ്പ് ചെയ്താലും. ഹല്ലേലൂയ. അല്പസം വർഷിപ്പ് ചെയ്താലും, പരിശുദ്ധാത്മാവിനെ എല്ലാവരും വർഷിപ്പ് ചെയ്താൽ, പൂർറാഖാൻ യേശുവിനെ എല്ലാവരും വർഷിപ്പ് ചെയ്താലോ. ഓ പിതാവാൻ ദൈവത്തെ വർഷിപ്പ് ചെയ്താൽ, പൂർറാഖാന ഹോളി, ഹോളി, ഹോളി. പിതാവാൻ ദൈവത്തിന് ഹോളി, പുത്രനാൻ ദൈവത്തിന് ഹോളി, പരിശുദ്ധാത്മാവിന് ഹോളി. ഞങ്ങളെല്ലാം ഹോളി, എല്ലാ മഹത്വം കർത്താവിന്. അങ്ങ് ഹോളിയാണ് കർത്താവ്. അങ്ങ് ഹോളി ആയിരിക്കുന്നത് ഞങ്ങൾ ഹോളിയാക്കിയാലും, അങ്ങ് വിശുദ്ധനായിരിക്കുന്നത് ഞങ്ങൾ വിശുദ്ധീകരിച്ചാലും, അങ്ങ് ശുദ്ധീകരിച്ച് ഞങ്ങളെ ശുദ്ധീകരിച്ചാലും കർത്താവ്, ഞങ്ങളെ ശുദ്ധീകരിച്ചാലും. പൂർറാഖാമാനശ്രീ. അല്പസം എന്നെ ഭാഷ സംസാരിച്ചാൽ. പൂർറാഖാമാന ഷന്തൽ ഖമന ഹസ്തന ശകരൽ ഖനാദി ബാറാഖ ബാറാഖ മനശൽ ഖനാദനാസ്തകന അതരകശൽ ഖരാദി ബാലഖന ശരര ശന്തരാരഗസ്തിനി ഓലാ ബാബ ദൈവശക്തിയാവർ. യെസ് ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ സാന്നിധ്യമുള്ള നായസോ, ഞങ്ങളുടെ സാന്നിധ്യമുള്ള നായസോത്രം, ഞങ്ങളുടെ സാന്നിധ്യമുള്ള നായസോ, ഞങ്ങളുടെ സാന്നിധ്യമുള്ള നായസോത്രം. ദൈവസ്ഥലം നമുക്ക് സറണ്ടർ ചെയ്യാം, താഴ്ചാം. മഹത്വം കർത്താവ് എടുക്കട്ടെ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ഫിലിപ്പാസ് പ്രാർത്ഥിച്ചാലും. ഫിലിപ്പാസ് പ്രാർത്ഥിച്ചാൽ. യെസ്. സ്തോത്രം, 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 സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. മറിൽ വസിക്കുകയും സർവശക്തന്റെ നെഴുകീഴിൽ പാർക്കുകയും ചെയ്തൊക്കെ വണ്ണം കാലാകാലങ്ങളായി ഞങ്ങളെ ഭാഷകളിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് ഞങ്ങളെ മക്കളും അവകാശികളുമാക്കി കൃപാസനത്തോളം കടന്നു വരുവാൻ തക്ക വണ്ണം ഹല്ലേലൂയ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് മേൽ പകർന്ന ദൈവീയമായ അഭിഷേകത്തിനായി, അവകാശത്തിനായി,
ഹല്ലേലൂയ. സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠവുമാണ്. ആ പാദപീഠത്തിൽ നിന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് തിരുമുഖത്തേക്ക് നോക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ദാസന്മാരുടെ കണജമാന്റെ കൈകളിലേക്ക് ദാസിമാരുടെ കണജമാനത്തിയുടെ കയ്യിലേക്ക് വന്ന പോലെ അങ്ങയിൽ ഞങ്ങൾക്ക് സഹായം വരുവോളം ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സഹായം എവിടെ നിന്ന് വരും? ഞങ്ങളുടെ സഹായം ആകാശത്തെ ഭൂമി സുഷഹോടെ സലീനാവുന്നു. അവൻ നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല എന്ന് പറഞ്ഞ ദൈവമേ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞ ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ വശത്ത് 1000 പേര്, ഞങ്ങളുടെ വലതുവശത്ത് 10,000 പേരും വീണപ്പോഴും അവ ഞങ്ങളോട് അടുക്കാതെ വണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും കാക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവയ്ക്കും. അവൻ എന്നെ അറിയാൽ, എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. കർത്താവേ അങ്ങ്, ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. നേരോടെ നടക്കുന്നവർക്കൊരു നന്മയും മുടക്കാതെ വണ്ണം അങ്ങ് സൂര്യനും പരിചയമായി കാക്കുകയും പരിപാലിക്കുകയും ചെയ്ത് അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ നേരത്തെ മീറ്റിങ്ങിനെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് തരുന്നു. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെ തട്ടി ഉണർത്തി അപ്പച്ച ഇതിൽ ജോയിൻ ചെയ്യിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏകാഗ്രഹത്തോടെ ഇരിക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയ പ്രായസ്ഥരായ അവരുടെ മോൻ ലജ്ജിച്ചു പോയതുമില്ല. എളിയവർ നിലവിളിച്ചു യഹോവ കേട്ടു അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു എന്നുള്ള തിരുവചനം പോലെ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ, അവരെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ എന്ന തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, കർത്താവെ അങ്ങ് നല്ലവനെന്ന് ഇന്ന് ഒരു മണിക്കൂർ നേരത്തേക്ക് അല്ല കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാലങ്ങളിലും ഓർക്കുവാനും സ്തുതിക്കുവാനും അപ്പച്ചൻ കൃപ ചെയ്യണമേ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, അവൻ ഞങ്ങളുടെ അകൃത്യങ്ങളെയൊക്കെയും കഴിഞ്ഞ കാലങ്ങളിൽ മോചിച്ചു. ഞങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കി. ഞങ്ങളുടെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്ക വണ്ണം അങ്ങ് ഞങ്ങളുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തിയ ദൈവം ഇന്നത്തെ മീറ്റിങ്ങിനെ അപ്പച്ച കരങ്ങളിലേക്ക് തരുന്നു. ഹല്ലേലൂയ കർത്താവേ, ലീഡ് ചെയ്യുന്ന അങ്ങയുടെ ദാസനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രക്തത്താൽ അവരെ മുദ്രയിടുന്നു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. അനേകർക്ക് ആശ്വാസമാകുവാൻ, അനേകരോട് അങ്ങയുടെ ആലോചന അറിയിക്കുവാൻ, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്ത ശുശ്രൂഷകൾ അങ്ങയുടെ ദാസനിൽ പരമേൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. ഈ ലൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അപ്പച്ചന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഈ മീറ്റിംഗ് ഞങ്ങൾക്കൊരു അനുഗ്രഹമാകണം. ഇത് അനേകർക്ക് അനുഗ്രഹമാകണം. ഞങ്ങൾ ഒന്നുമില്ല എന്ന് സമ്മതിക്കുന്നു കർത്താവേ. ഞങ്ങളെ അങ്ങയുടെ കരത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകല മാനവും മൊത്തവും അവിടത്തേക്ക് തരുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചയുടെ നാഥന്റെ വീട് കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ.
ജീസസ്. കേൾക്കാം, എന്നെ കേൾക്കാവോ? ഇപ്പം കേൾക്കാനൊക്കെ പാസ്റ്റർ. നേരത്തെ കേൾക്കാനൊക്കത്തില്ല, ഇപ്പം കേൾക്കാം. കേൾക്കാം. ഓക്കെ ഓക്കെ. എന്തോ ഫസ്റ്റ് പാട്ട് വെച്ചൊന്നും കേൾക്കാനൊക്കത്തില്ലായിരുന്നു, ഇപ്പം കേൾക്കാം. പാസ്റ്ററിന്റെ വോയിസ് കേൾക്കാം ഇപ്പം. ഓൾറൈറ്റ്. ലിറിക്സ് മാത്രം ആ പാടുന്ന അവസരത്തിൽ മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളായിരുന്നു. എനിവേ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. Yeah. ഒരു പക്ഷെ നമുക്ക് ചെറിയൊരു മെസ്സേജ് അതിനുശേഷം പ്രാർത്ഥിക്കാം. നമുക്ക് എന്തായാലും ഒരു ക്രിസ്മസ് ആയിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുക, ഒരു മീറ്റിംഗ് വെച്ചതാണല്ലോ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ. ജീസസ്. പാസ്റ്റ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതോ? ആളുണ്ടോ? വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, എനിക്ക് കുഴപ്പമില്ല. ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. എല്ലാവരും മലയാളം അറിയാവുന്നതാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അതെ. പക്ഷേ എല്ലാവരും മലയാളം അറിയാവുന്നല്ലോ പക്ഷേ. കുഴപ്പമില്ല, ആവശ്യമുണ്ടെങ്കിൽ മതിയല്ലോ ഫസ്റ്റ്. അപ്പം നല്ലൊരു ക്രിസ്മസിനായി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് സ്വല്പസമയം കൂടുവാൻ വചനത്തിൽ നിന്ന് ചിന്തിച്ച് അവസാനം നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം സഹായിക്കട്ടെ. രാവിലെ നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു മീറ്റിംഗ് ദൈവം തരുവാനിടയായി. ദൈവിക സാന്നിധ്യം പലരും രുചിച്ചറിഞ്ഞു. നല്ല സാക്ഷികൾ കേൾക്കുവാൻ സഹായിച്ചു. നല്ല ഡെലിവറൻസുകൾ നടക്കുവാൻ പരിശുദ്ധാത്മ ഇടയാക്കി. ഇതിപ്പോൾ ഒരു പ്രഭാതത്തിൽ, ഇന്ത്യയിൽ പ്രഭാതമാണ്. പലർക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജോയിൻ ചെയ്യാൻ പറ്റാത്തവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കത് യൂട്യൂബിൽ ഇടുന്നതുകൊണ്ട് പിന്നെ അത് കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിച്ചത്, കന്യക ഒരു മകനെ പ്രസവിച്ചു, അല്ലെങ്കിൽ യേശുക്രിസ്തു കന്യകയിൽ നിന്നാണ് ജനിച്ചതെന്ന് നമ്മളെ ദൈവവചനം പഠിപ്പിക്കുന്നു. എൻ്റെ സബ്ജക്റ്റ് അതാണ്. യേശുക്രിസ്തു കന്യകയിൽ നിന്ന് ജനിച്ചു. യേശുക്രിസ്തു കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. So that is when Mary conceived Jesus. She had never had sexual intercourse. Jesus' birth, therefore, was truly അതൊരു miraculous ആണ്. The virgin birth of Jesus is a critically important doctrine, and ones that the Bible plentifully teaches in Matthew 1:23 and Luke 1:27-34. അതായത് മറിയ യേശുവിനെ ഗർഭം ധരിച്ചപ്പോൾ അവൾ ഒരിക്കലും ഒരു ഫിസിക്കലായിട്ട് പോകേണ്ടതായിട്ട് വന്നില്ല. അതിനാൽ യേശുവിൻ്റെ ജനനം ശരിക്കും ഒരു അത്ഭുതകരമായിരുന്നു. പ്രൈസ് ഗോഡ്. യേശുക്രിസ്തുവിൻ്റെ ജനനം, ഹല്ലേലൂയ, ഒരു അത്ഭുതകരമായിരുന്നു. അതാണ് മത്തായി സുവിശേഷം 1-23 ലൂക്കോസ് 1:27-34 ബൈബിൾ വ്യക്തമായി പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം ഒരു അത്ഭുതകരമായ ജനനമാണ് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി. സോ നമുക്ക് അല്പസമയം വചനത്തിലൂടെ ഒന്ന് ചിന്തിക്കാം. എങ്ങനെയാണ് വിർജിൻ ബർത്ത്, അതുപോലെ ഏഞ്ചൽ ഗബ്രിയേൽ, അതുപോലെ മേരിയുടെ വിഷൻസ്, അതുപോലെ എന്തിനാണ് കർത്താവ് വന്നത്. ലൂക്ക് 1:34 ഭാഗങ്ങൾ വായിക്കുന്നത് കാണാൻ പറ്റും. കന്യകയുടെ ജനനത്തെ തിരുവെഴുത്ത് എങ്ങനെ വിവരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിനൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇപ്പം സമയം നമ്മൾ വചനത്തിലൂടെ ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ, ചില മർമ്മങ്ങൾ പരിശുദ്ധാത്മ വ്യക്തമാക്കി തരും. അപ്പം കന്യകാ മറിയം മിശിഹായുടെ അമ്മയാകുമെന്ന വാർത്ത അറിയിക്കുവാൻ ആദ്യം കടന്നു വന്നത് ഗബ്രിയേലാണ്. ഗബ്രിയേൽ മാലാഖ ദൂതൻ അവളെ സന്ദർശിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം മറിയ ചോദിക്കുക, ഞാൻ കന്യകയായതിനാൽ ഇതെങ്ങനെ സംഭവിക്കും? അതാണ് ലൂക്കോസ് സുവിശേഷം 1:34 നമ്മൾ വായിക്കുന്നത്. എനിക്കൊന്ന് മറിയയ്ക്ക് 10-16 വയസ്സേ ഉള്ള ആ സമയത്ത്. ആ സമയത്താണ് ഗബ്രിയേൽ കന്യകയുടെ അരികെ ചെല്ലുന്നത്, മറിയയുടെ അരികെ ചെല്ലുന്നത്. അപ്പോൾ അതെങ്ങനെ സംഭവിക്കും എന്നാണ് മറിയ ചോദിക്കുന്നത്, ഗബ്രിയേലിനോട് ചോദിക്കണം. നമുക്കറിയാം, ഒരു മാലാഖ ഒരു 16 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക്
നമ്മളൊക്കെ ആണെങ്കിൽ പേടിച്ചു പോകും. അല്ലെങ്കിൽ അപ്രത്യക്ഷമായിട്ടൊരു മുറിക്കകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു വ്യക്തി കടന്നു വന്നാൽ നമ്മൾ വിറച്ച് താഴെ പോകും. പക്ഷേ അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ആയതിനാൽ മറിയോട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. ഇത് ഗബ്രിയേലാണ്. കാരണം മറിയയ്ക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ഗബ്രിയേൽ പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയാൻ കാരണം ഒരു മാലാഖയാണ് അല്ലെങ്കിൽ ഒരു ദൂതനാണെന്ന് മറിയയ്ക്ക് മനസ്സിലായി. അപ്പോൾ മറിയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അത്രയ്ക്കും ഭയഭക്തിയുള്ള വിശുദ്ധ ആയ സ്ത്രീയാണ് മറിയ. പ്രാർത്ഥനാശീലമുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ദൂതന്മാരെക്കുറിച്ചൊക്കെ ഒരു ഗബ്രിയേൽ അല്ലെങ്കിൽ ദൂതന്മാരെക്കുറിച്ചൊക്കെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ദർശനത്തിലൂടെയോ എവിടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഈ ഗബ്രിയേലിൻ്റെ മറുപടി നമ്മൾ കാണുന്നു. ഈ ഗർഭധാരണത്തിൻ്റെ ഈ അത്ഭുതകരമായ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നത് അവിടെ പറയുന്നത് ഈ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. സോ അങ്ങനെ ഉത്ഭവിക്കുന്ന ആ പരിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കോസ് സുവിശേഷം 1:35 ഞാൻ വായിച്ചത്. സോ ദ ഏഞ്ചൽ പോയിന്റ് എന്താണ്? ഏഞ്ചലിൻ്റെ പോയിന്റ് നോട്ട് ടു എനി ഹ്യൂമൻ ആക്ട് ബട്ട് ടു ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ പവർ ഓഫ് ദ ഗോഡ് ആസ് ദ ഏജൻസി ഓഫ് ജീസസ് ബർത്ത്. ജീസസ് would properly be called the Son of God എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ പ്രവൃത്തികളിലേക്കോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലേക്കോ ദൈവത്തിൻ്റെ ശക്തിയിലേക്കോ ആണ് ദൂതൻ വിരൽ ചൂണ്ടുന്നത്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് കാണിക്കുന്നു, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് കാണിക്കുന്നു. ഇവിടെ എല്ലാം ദൂതൻ വിരൽ ചൂണ്ടുക. അപ്പോൾ യേശുവിൻ്റെ ജനനത്തിന് കാരണം യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത് തികച്ചും ഉചിതമാണ്. ഹല്ലേലൂയ. സോ അതുകൊണ്ട് ഗബ്രിയേൽ റെസ്പെക്റ്റ് ടു ജോസഫിനോട് പറയുന്നുണ്ട്, നിനക്ക് മേരിയിലൊരു കുഞ്ഞുണ്ടാവും, അല്ലേ? മേരിയിലൊരു കുഞ്ഞുണ്ടാവും, മേരി ഗർഭം ധരിക്കും. ഇറ്റ്സ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. മത്തായി സുവിശേഷം 1:20 ജോസഫിനോട് പറയുന്നുണ്ട്. സോ മറിയുമായി ആ വിവാഹ നിശ്ചയം കഴിഞ്ഞ ജോസഫിനോട് ഗബ്രിയേൽ പിന്നീട് ഈ വാർത്ത ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവളിൽ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് ഗബ്രിയേൽ ജോസഫിനെ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 1:20 നമുക്ക് വായിക്കാൻ പറ്റും. ഹല്ലേലൂയ. സോ കാരണം നമുക്കറിയാം അവർ ഓൾറെഡി കല്യാണം നിശ്ചയിച്ചാണ്. മേരി ഹോളി സ്പിരിറ്റിൽ 1:18 മത്തായി 1:18 ഹോളി സ്പിരിറ്റിൽ നിറഞ്ഞിരിക്കുകയാണ്. ഹോളി സ്പിരിറ്റിൽ കുഞ്ഞിനെ അമ്മയായിരിക്കുക എന്ന് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൂതൻ ജോസഫിനോട് അറിയിച്ചു. അത് അവർ ഒന്നിച്ചു കൂടുന്നതിന് മുന്നേ തന്നെയാണ്, അതായത് മറിയയും ജോസഫും ഒന്നിച്ചു കൂടുന്നതിന് മുന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. മത്തായി 1:18 നമ്മൾ കാണുന്നുണ്ട്. ആ ജോസഫിന് ഈ വിവരങ്ങൾ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ദൂതന് ജോസഫിനെ അറിയിച്ചത്. കാരണം ജോസഫ് അന്ന് മേരിയുടെ അല്ലെങ്കിൽ ജോസഫിൻ്റെ വൈഫ് ആയിട്ടില്ല, എന്നാൽ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. സോ കാരണം ഈ കാര്യത്തിൽ ദൈവത്തിൻ്റെ വാക്ക് സ്വീകരിച്ചത് കൊണ്ട് ജോസഫ് മറിയെ ഭാര്യയായി സ്വീകരിച്ചു നമുക്ക് കാണാൻ പറ്റും. കാരണം യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് വിവാഹം നിശ്ചയിച്ചതിന് ശേഷം ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ അവളെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റും. വിവാഹത്തിന് മുന്നേ ഡിവോഴ്സ് ചെയ്യാൻ പറ്റും. മൂലം നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കാരണം അതിൻ്റെ ഹിസ്റ്ററി അതാണ്. യഹൂദന്മാരുടെ വിവാഹം നിശ്ചയം അനുസരിച്ച് ഏകദേശം 1 വർഷങ്ങൾക്ക് ശേഷമാണ് വിവാഹം നടക്കുന്നത്. അതിനു മുന്നേ അയാളുടെ ഭാര്യ അല്ലെങ്കിൽ ആ നിശ്ചയിച്ചിരിക്കുന്ന ആ കുട്ടി, ആ ഭാര്യയായി തിരഞ്ഞെടുക്കുന്ന ആ വ്യക്തി ഗർഭിണിയായി കഴിഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ജോസഫ് മറിയെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് പറയാൻ കാരണം. അപ്പം ജോസഫ് മറിയെ ഭാര്യയായി സ്വീകരിച്ചു. എന്നാൽ യേശു ജനിച്ചതിന് ശേഷം അവർ കന്യകയായി തുടർന്നതായിട്ട് കാണാൻ പറ്റും. ഹല്ലേലൂയ. അവർ ഒരു മകനെ പ്രസവിക്കുന്നത് വരെ അവർ അവരുടെ വിവാഹം കഴിച്ചില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. മത്തായി സുവിശേഷം 1:25. വിവാഹത്തിന് ശേഷമാണ് അവർ വിവാഹം കഴിച്ചത്. ഹല്ലേലൂയ. അതിന് വരെ വിവാഹം കഴിച്ചില്ല. അതായത് അവർ പ്രസവത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ യേശു കുഞ്ഞ് വെളി വന്ന ശേഷമാണ്
അവർ വിവാഹം കഴിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവിൻ്റെ ഒരു വലിയ അല്ലെങ്കിൽ വാക്തത്വമാണ് യേശു ജനിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ വലിയ വാക്തത്വമാണ് യേശു ജനിക്കുക എന്നുള്ളത്. അനാദി കാലങ്ങൾക്ക് മുന്നേ ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനിൽപ്പെട്ടതാണ് യേശു ജനിക്കുക എന്നുള്ളത്. ഏദനിൽ മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യേശുവിനെ കൊണ്ട് നല്ല ദൈവം. കാരണം ദൈവം അനാദി കാലങ്ങൾക്ക് മുന്നേ ഇതൊരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിന് അറിയാമായിരുന്നു മനുഷ്യൻ തെറ്റും, മനുഷ്യൻ പാപം ചെയ്യും. അപ്പം മാനവ രാശിക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ വിടുതലിന് യേശു ആവശ്യമാണെന്ന് പിതാവ് ദൈവത്തിന് അറിയാമായിരുന്നു. അപ്പോൾ അതിന് അനാദി കാലങ്ങൾക്ക് മുന്നേ അത് ദൈവം പ്ലാൻ ചെയ്യാനിടയായി. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളൊന്നും പെട്ടെന്നൊന്നും ചെയ്യുന്നതല്ല, എല്ലാം കർത്താവ് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം കന്യക ജനനം ആ സിദ്ധാന്തം നിലനിർത്താൻ സുവിശേഷ എഴുത്തുകാർ അവരുടെ വാക്കുകളിൽ വിവേകമായിട്ട് കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം അത് ആ കന്യക തന്നെയാണ് ഗർഭം ധരിച്ചത് എന്ന് എഴുത്തുകാർ പ്രത്യേകം അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്കറിയാം എന്ന് പറയുന്നത് ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 23-ാം വാക്യമൊക്കെ ഒന്ന് വായിക്കുമ്പോൾ കാണാം, യേശുവിൻ്റെ വംശാവലിയിൽ ലൂക്കോസ് യേശു ജോസഫിൻ്റെ പുത്രൻ, അതായത് സങ്കല്പിക്കപ്പെട്ടതുപോലെ ആണെന്ന് പരാമർശിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം ഇൻ ഹിസ് ജിനിയോളജി മാത്യു കെയർഫുള്ളി അവോയ്ഡ് കോളിംഗ് Joseph the father of Jesus. Rather, that speaks of Jacob, the father of Joseph, the husband of Mary, and Mary was the mother of Jesus, who is called എന്നാണ് ഇവിടെ വായിച്ചിരിക്കുന്നത്. തൻ്റെ ആ വംശാവലിയിൽ മത്തായി ജോസഫിനെ യേശുവിൻ്റെ പിതാവെന്ന് വിളിക്കുന്നത് ശ്രദ്ധാപൂർവം ഒഴിവാക്കിയിരിക്കുകയാണ്. പകരം ജോസഫിൻ്റെ പിതാവായ യാക്കോബും മറിയയുടെ ഭർത്താവും മറിയ മശിഹ എന്ന് യേശുവിൻ്റെ അമ്മയുമായിരുന്നു എന്നാണ് മത്തായി സുവിശേഷം 1:16 പറയുന്നത്. അപ്പോൾ എഴുത്തുകാർ പോലും പരിശുദ്ധാത്മാവിൽ അത് കൃത്യമായിട്ട് എഴുതുവാനിടയായി. സോ വെർജിൻ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വാസ് predicted in the Old Testament. നമുക്ക് പറയാൻ പറ്റും, the Lord himself will give you a sign, a virgin will conceive and give birth to son and will call him Emmanuel. Isaiah chapter 7:14 നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലൊക്കെ നമുക്ക് വായിക്കുന്നുണ്ട്, കന്യക ഒരു മകനെ പ്രസവിക്കും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കന്യക ജനനം പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതൊരു അനേക പ്രവാചകന്മാരിലൂടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നതാണ്. കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, അത് കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. യെശയ്യാപ്രവചനം 7:14. ഒരു മത്തായി സുവിശേഷത്തിൽ 1:22 അത് ഉദ്ധരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ പ്രവാചകന്മാർ മുഖാന്തരം ഇത് അരുളി ചെയ്തതാണ്. ദെയർ ഈസ് ഓൾസോ പോസിബിൾ ഈ വെർജിൻ മേരി ജെനീസിസ് 3:15 നമ്മൾ വായിക്കുമ്പോൾ കാണാം, which says the seed എന്ന് കാണിക്കുന്നുണ്ട്, of the woman would destroy the serpent. 33-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്കിൽ കന്യകാ ജനത്തെക്കുറിച്ച് ഒരു സൂചനയുണ്ട്. അവിടെ സ്ത്രീയുടെ സന്തതി എഴുതിയിട്ടുണ്ട്, സർപ്പത്തെ നശിപ്പിക്കുമെന്ന് പറയും. സ്ത്രീയുടെ സന്തതി സർപ്പത്തെ ചവിട്ടും. ഹല്ലേലൂയ. അപ്പോൾ അത് പഴയ നിയമത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം യേശുവിൻ്റെ ജനനം ആക്ച്വലി മാനവരാശിയുടെ വിടുതലാണെങ്കിലും പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കുന്നതായിരുന്നു. കാരണം പിശാചിനെ തകർക്കുമെന്നറിയാം. യേശു ജനിച്ചാൽ പിശാചിൻ്റെ തലയെ ചവിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ നരകങ്ങളും, എല്ലാ ഡീമൺസും, എല്ലാ പൈശാചിക മണ്ഡലങ്ങളും, ഈവൻ ലൂസിഫർ പോലും വിറച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് നമ്മൾ നോക്കുമ്പോൾ ഭൗതികമായിട്ടൊരു കുഞ്ഞ് ജനിക്കുന്നു, ഒരു കന്യക പ്രസവിക്കുന്നു, പക്ഷേ ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ വലിയ പ്ലാനും പദ്ധതികളുമുണ്ട്. 2, ഇതിൻ്റെ പുറകിൽ സാത്താനെ ചവിട്ടണം, ഇതിൻ്റെ പുറകിൽ സാത്താനെ തകർക്കണം. അപ്പോൾ ഇത് യേശു ജനിക്കുമ്പോൾ തന്നെ പിശാചിന് നിൽക്കപ്പെടുകയില്ല, പിശാചിന് ഇരിപ്പിടമില്ല. കാരണം പിശാച് എങ്ങനെയും ഇതിനെ തകർക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ ദൈവപുത്രൻ്റെ ആ പൂർവ സ്ഥിതി തത്വത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് യെശയ്യാവ് 9-ാം അധ്യായം 6-ാം അധ്യായത്തിൽ ജനിച്ച കുട്ടി നൽകപ്പെട്ട പുത്രനുമാണ്. അതുപോലെ ഗലാത്യർ 4:4 നമ്മൾ വായിക്കുമ്പോൾ കാണാം, ക്രിസ്തുവിൻ്റെ ആ പൂർവ സ്ഥിതി തത്വത്തെയും കന്യക ജനനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ ഗോഡ് സെൻഡിങ് ഹിസ് സൺ ബോൺ ഓഫ് എ വുമൺ. ദ വെർജിൻ ബർത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദാറ്റ് വാസ് ദ മീൻസ് ബൈ വിച്ച് ദ വേർഡ് ബിക്കം എ ഫ്ലഷ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്,
ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി അയച്ചു. കന്യകാ ജനനം അത് പ്രാധാന്യമാണ്. കാരണം വചനം ജഡമായി തീർന്നത് അതുകൊണ്ടായിരുന്നു. 1 യോഹന്നാൻ 1:14 പറയുന്നു, വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നു, അതാ യേശു. ഹല്ലേലൂയ. അപ്പം കന്യകാ ജനനം ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ടതായിരുന്നു. അത് ഭയങ്കര പ്രാധാന്യമായിരുന്നു. ഹല്ലേലൂയ. അത് നടന്നേ പറ്റത്തുള്ളൂ. അതിനാണ് പ്രവാചകന്മാർ ഉറാഖാമാനിഷി. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, പ്രസൻസ് ഓഫ് ഗോഡ്. താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. ദൈവത്തിൻ്റെ പ്രസൻസ് വരുന്നു. ഹല്ലേലൂയ. അപ്പം കന്യകാ ജനനം അത് വലിയ പ്രാധാന്യമായിരുന്നു. അത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമായിരുന്നു. അതുകൊണ്ടാണ് വചനം ജഡമായി തീരുന്നത്. അപ്പം ദൈവത്തിൻ്റെ ആ നിത്യപുത്രൻ മനുഷ്യ ശരീരം സ്വീകരിച്ചപ്പോഴാണ് ആ തൻ്റെ ദിവ്യ സ്വഭാവം ഒട്ടും നഷ്ടപ്പെടുത്താതെ, നോക്കിയേ, താൻ ഒരു മനുഷ്യ സ്വഭാവം ചേർത്തു, അല്ലെ മനുഷ്യ സ്വഭാവമായി തീർന്നു, അല്ലെ മനുഷ്യനായി തീർന്നു. കന്യാമറിയാമത്തിൻ്റെ ഗർഭത്തിൽ ആ അത്ഭുതകരമായ ചരിത്രത്തെ മാറ്റിമറിച്ചതുമായ സംഭവം നടക്കുവാനിടയായി. നോക്കിയേ, വചനം അവിടെ ജഡമായി തീർന്നു. ദ വെർജിൻ ബേർത്ത് ഇതാ ദ സ്പിരിറ്റിലാണ് നടക്കുന്നത്. സ്പിരിറ്റിൽ ആൻഡ് ദ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മേരീസ് വൂം. സോ വേ ആർ ബോത്ത് ഇൻവോൾവ്. ഒരു സ്പിരിറ്റും ഒരു മെറ്റീരിയലും അല്ലെങ്കിൽ ഒരു വസ്തുങ്ങളുടെ ജസ്റ്റ് ആസ് എ ക്രിയേഷൻ. നോക്കിയേ, ദ എർത്ത് വാസ് ഫോംസ് എസ് എംപ്റ്റി. നമ്മൾ വായിക്കുന്നുണ്ട് ജെനീസിസ് 1:2 വായിക്കുന്നുണ്ട്, എന്താണ്, ഭൂമി പാഴ്ശൂന്യമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത്. അതായത് ദൈവത്തിൻ്റെ ആ ക്രിയേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു സ്പിരിറ്റ്, അതായത് കന്യകാ ജനനത്തിൽ ആ ആത്മാവ് ആ ഭൗതികമായ ശരീരവുമായി മറിയുടെ ഗർഭപാത്രം, ആത്മാവ് മറിയുടെ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ ഭൗതിക ശരീരം ഭൗതികമാണ്. മറ്റേത് ഭൗതികമെന്ന് പറയും, അതായത് ആത്മാവെന്ന് പറയും. രണ്ടും ഉൾപ്പെട്ടാണ് സൃഷ്ടിയുടെ സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഭൂമി രൂപഗതവും നമ്മൾ പറയുന്നുണ്ട്, ഭൂമി ഒന്നും കൊള്ളാത്ത അവസ്ഥ കിടക്കുമായിരുന്നു 31:2. അത് ശൂന്യമായിരുന്നു. അപ്പോൾ മറിയുടെ ഗർഭപാത്രം ശൂന്യവും വന്യവുമായ ഒരു സ്ഥലമായിരുന്നു. ഒന്ന് ആലോചിച്ച്, അത് ശൂന്യമായിരുന്നു, അതിനകത്തൊന്നുമില്ല, അത് വന്യമായിരുന്നു. അപ്പോൾ സൃഷ്ടിയുടെ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ടോ 1:2, 31:2. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് മറിയുടെ മേൽ വന്നു. ലൂക്കോസ് 1:35. നോക്കിയേ, മറിയുടെ മേൽ വന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ഹല്ലേലൂയ. സോ only God can make something out of nothing. Only God could perform the miracles of creation, the increation and the virgin birth. So ദൈവത്തിന് മാത്രമേ ഒന്നുമില്ലായ്മ നിന്ന് എന്തെങ്കിലും സൃഷ്ടിക്കാൻ വഴിയുള്ളൂ. അപ്പോൾ സൃഷ്ടി, അവതാരം, കന്യകാജനനം എന്നീ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. സോ ദ വെർജിൻ ബർത്ത് ഇസ് ഇമ്പോർട്ടൻറ്റ്. That is preserves truth that Jesus is fully God and fully man at the same time. Okay, യേശു ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന് സത്യം സംരക്ഷിക്കുന്നതിനാൽ കന്യക ജനനം പ്രാധാന്യമാണ്. സോ കന്യക ജനനം പ്രാധാന്യമാണ്. നമ്മൾ പറയുന്നുണ്ട് പുക്കിൾക്കൊടി പോലും യേശുവിൻ്റെ പുക്കിൾക്കൊടിയും മറിയുടെ പുക്കിൾക്കൊടിയും ആയിട്ട് കണക്റ്റഡ് അല്ലായിരുന്നു. കാരണം കന്യക ഗർഭണം ധരിച്ചു, ആ അമ്മയുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകാതിരിക്കുവാൻ, DNA ബന്ധം പോലും ഉണ്ടാകാതിരിക്കുവാൻ, അമ്മയിൽ നിന്നൊരു ഫീഡ് ഉണ്ടാകാതിരിക്കുവാൻ അതുപോലും ദൈവം ശ്രദ്ധിക്കുവാനിടയിൽ. കാരണം ആ ദിവസങ്ങൾ ദൈവം മനസ്സിലാക്കി തരാം. കാരണം നമ്മൾ ഈ ഫാസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വലിയ നീണ്ട ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമുക്ക് സ്വർഗീയ മന്നകൾ കൊണ്ട് ദൈവം തരാറുണ്ട്. ചിലപ്പോൾ നല്ല ആഹാരം, നല്ല വാട്ടർ, ചിലപ്പോൾ നല്ല ഓയിൽ പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല വീഞ്ഞ് പോലെ, അല്ലെങ്കിൽ നല്ല ആഹാരങ്ങൾ ദൈവം തരാറുണ്ട്. കാരണം അതാണ് നമുക്ക് വേണ്ട ന്യൂട്രിയൻസ്, നമുക്ക് വേണ്ട എല്ലാ വൈറ്റമിൻസും അതിനകത്ത് അടങ്ങിയാണ് കർത്താവ് തരുന്നത്. കാരണം നമ്മൾ ഉപവസിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദർശനത്തിൽ നമുക്ക് കാണാൻ പറ്റും, സ്വപ്നത്തിൽ കാണാൻ പറ്റും. അതുപോലെ നോക്കിയ മോശ 40 ദിവസം സിനായ് പർവ്വതത്തിൽ കയറി ഉപവസിക്കുക. 40 ദിവസം വെള്ളവും കുടിച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല. 40 ദിവസം ഒരു മനുഷ്യനെ നിലനിൽക്കണമെങ്കിൽ എന്തെങ്കിലും ആവശ്യമാണ്. കാരണം ആ സമയത്ത് ദൈവം മോശയെ അറിയാതെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു. മോശയ്ക്ക് വേണ്ട ഓക്സിജൻ കൊടുത്തു, മോശയ്ക്ക് വേണ്ട ആ ബ്ലഡ് സർക്കുലേഷൻ ദൈവം കൊടുത്തു, മോശയ്ക്ക് അവിടെ വേണ്ട എല്ലാ ന്യൂട്രീഷൻസ് ദൈവം കൊടുക്കുവാനിടയായി. അത് കഴിഞ്ഞിട്ട് മോശ നോക്കിയേ
40 ദിവസം ഉപവാസം കഴിഞ്ഞ് മടങ്ങി വന്ന് വന്ന് താഴെ വരുമ്പോഴാണ് ജനം എന്താണ് ബിംബത്തെ ആരാധിക്കുന്നത് കാണുന്നത്. അപ്പോൾ കയ്യിലിരുന്ന ആ 10 കൽപ്പനകളെല്ലാം എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അദ്ദേഹം വീണ്ടും കയറിപ്പോയി. വീണ്ടും ദൈവം വിളിച്ച് കയറി വരാൻ പറഞ്ഞു. അപ്പോൾ 40 ദിവസമാണ് ഒരു മനുഷ്യൻ വെള്ളവുമില്ല ആഹാരവുമില്ലാതെ ഉപവസിക്കാനിടയിൽ. നോക്കിയേ, വെള്ളവുമില്ല ആഹാരവുമില്ലാതെ ഒരു മനുഷ്യന് 80 ദിവസം അങ്ങനെ ഉപവസിക്കാൻ പറ്റും. അപ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ, നോക്കിയേ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? അദ്ദേഹത്തിന് വേണ്ട എല്ലാ ന്യൂട്രീഷനും എല്ലാവിധ വൈറ്റമിൻസ് കൊടുക്കുവാനിടയായി. അതായത് ഒരു സ്റ്റിൽനെസ്, അദ്ദേഹം മരിക്കാതെ ഒരു ഫ്രീസറിൽ വെച്ചിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവുകളെ അദ്ദേഹത്തെ കാത്തു സൂക്ഷിക്കാനിടയായി. അതുപോലെയാണ് യേശു മറിയയുടെ ഉള്ളിൽ കിടക്കുമ്പോഴത്തേക്ക് ഈ പുക്കിൾക്കൊടിയായിട്ട് ബന്ധമില്ലെങ്കിലും കർത്താവിന് കിട്ടേണ്ട എല്ലാവിധ പ്രോട്ടീൻസും എല്ലാവിധ വൈറ്റമിൻസും ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തുകൊണ്ടിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് യശയ്യാപ്രവചനത്തിൽ, അവനൊരിക്കലും അമ്മയുടെ പാല് കുടിച്ചില്ല. യേശു തേനും തൈരും കഴിച്ചാണ് ജീവിച്ചിരുന്നു. അപ്പോൾ ആ വെളി വന്നതിന് ശേഷവും, മറിയയുടെ ഉദരത്തിൻ്റെ വെളിയിൽ വന്ന ശേഷവും യേശു തൈരും അതുപോലെ തേനും കഴിച്ച് ജീവിച്ചത്. അപ്പോൾ മറിയിൽ നിന്ന് അവളുടെ ജൈവിക ശിശുവായി അവൾ സ്വീകരിച്ചത് അവൻ്റെ ഭൗതിക ശരീരമാണ്. നോക്കിയേ, എന്നാൽ അവൻ്റെ നിത്യവും വിശുദ്ധവുമായ സ്വഭാവം, നിത്യത അത് മുതലേ ഉള്ളതായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ 6:69 കാണുക. 6:69 നമ്മൾ കാണാൻ പറ്റും. യേശുവിന് പാപസ്വഭാവമില്ലായിരുന്നു. എബ്രായലേഖനം 7:26 കാണുന്നു. അതിനാൽ നമ്മുടെ പൂർണ്ണതയുള്ള ഒരു എന്താണ് പകരക്കാരനാകുവാൻ അവന് കഴിഞ്ഞു എന്ന് പറയാം. അപ്പം മറിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യേശുവിന് പാപം ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശു പാപമില്ലാത്തവനായിരുന്നു. മനുഷ്യനായി ജനിച്ചെങ്കിലും ആ പാപമില്ലാതെ ജനിക്കുവാനിടെ യേശുവിൽ അല്പം പോലും പാപമില്ലാതെ, കാരണം മനുഷ്യനുമായിട്ട് കണക്റ്റഡ് അല്ലായിരുന്നു. അതുകൊണ്ട് മറിയയുടെ പുൽക്കൊടിയായിട്ട് കണക്റ്റഡ് അല്ലെന്ന് പറയാൻ കാരണം 1 പത്രോസ് 1:19 പറയുന്നത് എന്താണ്? പാപത്തെയും മരണത്തെയും എന്നേക്കുമായി കീഴടക്കി എന്ന് പറയുന്നത്. എബ്രായലേഖനം 10:10 വായിക്കുമ്പോൾ കാണാൻ പറ്റും. പാപത്തെയും മരണത്തെയും എന്നേക്കുമായി കർത്താവ് കീഴടക്കുവാൻ. സോ നോട്ട് ഓൺലി വാസ് ഏബിൾ ടു ടേക്ക് അവേ അവർ സിൻ, ബട്ട് ഹി വാസ് ടെംപ്റ്റഡ് ഇൻ എവറി വേ ദാറ്റ് വി ആർ യെറ്റ് വിത്തൗട്ട് സിൻ. നമ്മുടെ പാപം നീക്കുവാൻ അവന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, നമ്മളെപ്പോലെ എല്ലാ വിധത്തിലും യേശു പരീക്ഷിക്കപ്പെട്ടു. കാരണം ഇന്ന് മകൾക്കാലം നമ്മൾ എന്തെങ്കിലും ഒരു പരീക്ഷയിലാണെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. യേശുവും ഈ പരീക്ഷകളിലൂടെ എല്ലാം കടന്നുപോയതാണ്. എന്നാൽ പാപം ചെയ്തില്ല. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. എല്ലാ പരീക്ഷകളിലും യേശു കടന്നുപോയി, എല്ലാ ടെംപ്റ്റിലൂടെ കടന്നു, പക്ഷെ പാപം മാത്രം ചെയ്തില്ല. മനുഷ്യൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ സ്വഭാവവും വ്യത്യാസം അതാണ്. നമ്മൾ പാപം ചെയ്യുന്നവരാണ്, നമ്മുടെ പാപ ശരീരമാണ്. എന്നാൽ കർത്താവ് പാപം ചെയ്തില്ല, ശരീരത്തെ ജീവിച്ചെങ്കിലും പാപിച്ചില്ല. Therefore he is our perfect sacrifice. അതാണ് ദൈവവചനം പറയുന്നത്. And also able to empathize with our weaknesses. Hebrews chapter 4:15 പറയുന്നുണ്ട്. അതുകൊണ്ട് അവൻ നമ്മുടെ പൂർണ്ണതയിലുള്ള യാഗവും നമ്മുടെ ബലഹീനതകളിൽ സഹാനുഭൂതി കാണിക്കാൻ കഴിവുള്ളവനാണ്. എബ്രായലേഖനം 4:15 വായിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പരീക്ഷകളിൽ നമ്മൾ കടന്നു പോകാൻ ഭയപ്പെടണ്ട. ഇതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതാണ്. സോ our God is miraculously because man to save us and graciously reveal his love for us. നമ്മെ രക്ഷിക്കാനും നമ്മോടുള്ള സ്നേഹവും കൃപയോടുള്ള വെളിപ്പെടുത്തുവാനും നമ്മുടെ ദൈവം അത്ഭുതകരമായ ഒരു മനുഷ്യനായി തീരുവാനിടയായി. സോ ദിസ് ഇസ് എ ദൈവത്തിൻ്റെ വലിയ പ്ലാനും പദ്ധതിയായിരുന്നു. സോ വെർജിൻ ബർത്ത് ഓഫ് ജീസസ് ഈസ് an example of God's gracious work on our behalf. God took എന്താണ്, മേരി വാസ് നോട്ട് ലുക്കിംഗ് എ ബിക്കം എ പ്രഗ്നന്റ്, ഇറ്റ് വാസ് ഓൾ ഗോഡ് ഐഡിയ. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയായിരുന്നു. യേശുവിൻ്റെ കന്യകാ ജനനം ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കൃപയുടെ ഒരു ഉദാഹരണം മാത്രമാണ്. കൃപയുടെ ഉദാഹരണമാണ്. ദൈവം മുൻപേ അത് ഏറ്റെടുത്ത് കാരണം നോക്കണേ, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയാണ്. സ്തോത്രം. മറിയെ ഗർഭിണിയാക്കുവാൻ ഒരുപക്ഷെ ദൈവത്തിന് ആഗ്രഹമില്ലായിരുന്നായിരിക്കും, പക്ഷേ ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിലായിരുന്നു, ദൈവത്തിൻ്റെ ആശയമായിരുന്നതെല്ലാം. നോക്കിയേ, ദൈവത്തിൻ്റെ ആശയത്തിൽപ്പെട്ട കാര്യങ്ങളായിരുന്നു. എന്നാൽ നോക്കിയേ, ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ജോസഫ് ഹാഡ് നോ റോൾ ഇൻ ദ conception, അതായത് ഹിസ് ബോഡി വാസ് നോട്ട് ഇൻവോൾവ്ഡ്, സോ ദാറ്റ് ദ പവർ ഹാഡ് ടു കം ഫ്രം ഗോഡ്. സോ ഗർഭധാരണത്തിന് ജോസഫിന് ഒരു പങ്കുമില്ലായിരുന്നു.
അവൻ്റെ ശരീരം ഇതിൽ ഉൾപ്പെട്ടില്ലെന്ന് കാണാൻ പറ്റും. അതിനാൽ ശക്തി ദൈവത്തിൽ നിന്ന് വരേണ്ടതായിരുന്നു. ഓക്കെ, ശക്തി ദൈവത്തിൽ നിന്നാണ് വന്നത്. ഹല്ലേലൂയ. ഞാൻ ഇറ്റ്സ് എ സിമിലർ വേ അവർ സാൽവേഷൻ, നമ്മുടെ സാൽവേഷനുമായിട്ട് നമ്മൾ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു ആഴങ്ങൾ പിടികിട്ടാൻ പറ്റും. എന്താണ് ഇറ്റ്സ് ബേസ്ഡ്, എന്താണ് ഗോഡ്സ് ഇൻവെറ്റീവ് ആൻഡ് ഗോഡ്സ് പവർ. സോ ദൈവത്തിൻ്റെ ഒരു പവറാണ് നമ്മുടെ സാൽവേഷനിൽ വന്നത്. സോ വി ഡിഡ് നോട്ട് സീ ഗോഡ്, നമ്മൾ ദൈവത്തെ അന്വേഷിച്ചില്ല. ബട്ട് ഹീ സോഡ് us and we did nothing to earn our salvation, but we really on God's power. സോ സമാനമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ രക്ഷ ദൈവത്തിൻ്റെ മുൻനിർച്ചയവും അല്ലെങ്കിൽ മുൻകൈയിലും ദൈവത്തിൻ്റെ ശക്തിയിലും ഓക്കെ മാത്രം അനിഷ്ഠിതമാണ്. നമുക്കാർക്കും അതിൻ്റെ അകത്ത് എന്താണ് പുകഴുവാനൊന്നുമില്ല. നമുക്ക് ആർക്ക് പുകഴുവാൻ കാരണം ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മൾ സാൽവേഷൻ. നമ്മുടെ ഹൃദയത്തെ ദൈവമാണ് തുറന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ ദൈവം തുറന്നത്. നമ്മൾ ദൈവത്തെ അന്വേഷിച്ചിട്ടല്ല, മറിച്ച് അവൻ നമ്മളെ അന്വേഷിച്ചു അല്ലേ. നമ്മുടെ രക്ഷ നേടാൻ, നമുക്ക് രക്ഷ നേടാൻ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയാണ് നാം ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കുവാനിടയായി. അതേ ഒരു പ്രോസസ്സിംഗ് ആണ് മറിയയുടെ ഉള്ളിൽ നടന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കുവാനിടയായി. ദൈവത്തിൻ്റെ ശക്തിയാൽ ഒരു കുഞ്ഞ് അവിടെ ജനിക്കുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. സോ യേശുവിൻ്റെ ആ സമകാല അല്ലെങ്കിൽ അതിൻ്റെ യേശുവിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്ക് ചിലര് അവൻ്റെ കന്യകാത്വത്തെ അല്ലെങ്കിൽ അവൻ്റെ കന്യകാ ജനനത്തെ നിഷേധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് അതിശയിക്കാനില്ല. കാരണം യേശു ഒരു ശമരിയക്കാരനാണെന്ന് അന്നെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒരു മിശ്ര വംശത്തിൽപ്പെട്ടവനാണെന്ന് അവൻ പരസ്യമായിട്ട് അവിടെ ആൾക്കാരൊക്കെ പറയുവാനിടയായി. അവന് ഒരുപാട് ആരോപണങ്ങളുണ്ടായിരുന്നു. യോഹന്നാൻ സുവിശേഷം 8-ാം വാക്യത്തിലൊക്കെ വായിക്കുന്നുണ്ട്. സോ ദോസ് ടുഡേ ഹൂ വുഡ് ഡിനേ ദ വെർജിൻ ബർത്ത്. സോ അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് എന്താണ് വചനത്തിൽ ഓൾറെഡി ഉണ്ട്. അന്നുള്ളവരും അത് അംഗീകരിക്കുന്നില്ലായിരുന്നു, കുറേ പേര് അത് അംഗീകരിക്കുന്നില്ലായിരുന്നു. ഇന്ന് അത് കുറച്ചുകൂടെ ആഴങ്ങളിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. സോ ഇന്ന് കന്യകാ ജനനത്തെ നിഷേധിക്കുന്നവർ തിരുവെഴുത്തിലെ ആ വ്യക്തമായ പഠിപ്പിക്കലുകളെ നിഷേധിക്കുകയും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റ് അത്ഭുതങ്ങളെ ചോദ്യം ചെയ്യുകയും അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ പൂർണ്ണ ദൈവത്വത്തെയോ അവൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെയോ നിഷേധിക്കുന്നതിന് വാതിൽ തുറക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം അവൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നു. അവർക്ക് ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല, ഇതുവരെ അവർ ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല യേശുവിൻ്റെ ജനനം ഒരു പരിശുദ്ധാത്മാവിലും. സോ അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആക്ച്വലി ഇത് ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുക. എന്താണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നതാണ് ക്രിസ്മസ്. ഹല്ലേലൂയ. നമുക്കങ്ങനെ ഒരു ഭാഗ്യം ദൈവം തരുവാനിടയായി. സ്തോത്രം. നമ്മുടെ സ്പിരിറ്റിൻ്റെ അകത്തോട്ട് ഈ വെള്ളം, ഒരു ബോട്ടിൽ വെള്ളം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം. ഹല്ലേലൂയ. ഒരു ബോട്ടിൽ വെള്ളം, ഒരു ബോട്ടിൽ വെള്ളം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഈ ബോട്ടിലിനകത്തോട്ട് സാധാരണ ഒരു കുപ്പി, മറ്റൊരു ബോട്ടിൽ ഇതേ ബ്രാൻഡുള്ള ഒരു കുപ്പി വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ സ്പിരിറ്റാന്നിരിക്കട്ടെ, ഈ വെള്ളം നമ്മുടെ സ്പിരിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് മറ്റൊരു ബോട്ടിൽ വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ, ഇതേ ബ്രാൻഡിലുള്ള ഈ വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളമായിട്ട് അത് യോജിക്കുവാനിടയാവും. യോജിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വെള്ളവും പുതിയതായിട്ട് ഒഴിക്കുന്ന വെള്ളം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെയാണ് നമുക്ക് ഭാഗ്യം കിട്ടിയത്. നമ്മുടെ സ്പിരിറ്റിൻ്റെ അകത്തോട്ട് യേശുവിനെ ആത്മാവ് കടന്നു വരുവാനായിട്ട്, പരിശുദ്ധാത്മാവ് കടന്നു വരുവാനിടയായി. അതായത് യേശു നമ്മുടെ ഉള്ളിൽ വന്നു, യേശു നമ്മുടെ ഹൃദയത്തിൽ വന്നു. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുവാനിടയായി. പ്രൈസ് ഗോഡ്. ഇത് തന്നെയാണ് ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ യേശു വന്നു. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ടു. അതാണ് ക്രിസ്മസ്. അന്ന് അത് ബോഡി അല്ലെങ്കിൽ കന്യക ഗർഭം ധരിച്ച് വഴിയിൽ പ്രസവിച്ചെങ്കിൽ അതാണ് ക്രിസ്മസ് എന്ന് ലോകം മുഴുവൻ ആചരിക്കുന്നെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഭാഗ്യം, നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കർത്താവ് ഭാഗ്യം തന്നിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ യേശു ജനിച്ചു. അന്ന് മറിയയുടെ ഉള്ളിൽ യേശു ജനിച്ചു. മറിയയുടെ ആ വുമ്മിൻ്റെ അകത്ത്, മറിയയുടെ ഗർഭത്തിൽ യേശു ജനിച്ചെങ്കിൽ, യേശു ഉരുവായെങ്കിൽ, ഇന്ന് അതേ പൊസിഷനിൽ തന്നെ യേശു നമ്മുടെ ഉള്ളിൽ ഉരുവായിരിക്കുകയാണ്. ഇനിയൊരു ഡെലിവറൻസ് ഉണ്ട് നമുക്ക്. ഹല്ലേലൂയ. ഇനി നമ്മുടെ ഉള്ളിൽ യേശു എന്താണ്, നമ്മുടെ ഉള്ളിൽ ജനിച്ചു കഴിഞ്ഞു. ഇനി യേശു അനുദിനം വളർന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിൽ. പ്രൈസ് ഗോഡ്. അന്ന് ആ ശിശു ആ മറിയുടെ ഉള്ളിൽ വളർന്നതുപോലെ
ഇന്ന് നമ്മുടെ ഉള്ളിൽ യേശു വളർന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ഇന്ന് ഞാൻ 25 വർഷമായി രക്ഷിക്കപ്പെട്ടെങ്കിൽ എനിക്ക് 25 വർഷമുള്ള ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങൾ 10 വർഷമായിട്ട് രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ 10 വർഷമുള്ള ഒരു കുഞ്ഞ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. എനിക്ക് 50 വർഷമായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ 50 വർഷമായിട്ടുള്ളൊരു കുഞ്ഞ് എൻ്റെ ഉള്ളിലുണ്ട്. അതാണ് യേശു ക്രിസ്തു. അപ്പോൾ ആ ദൈവം അന്ന് ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചു, മറിയെ. ആ മറിയിലൂടെ ജനിക്കുവാനിടയായി. എന്നാൽ ഇന്ന് ആ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, പ്രൈസ് ഗോഡ്, കർത്താവ് സ്വർഗത്തിലിരിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവിനെ പിതാവാം ദൈവത്തിൽ നിന്ന് വാങ്ങി അയച്ച് ഭൂമിയിൽ അയച്ചത് കൊണ്ട് നമുക്കൊരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഹല്ലേലൂയ. ആര് യേശുവിനെ സ്വീകരിക്കുന്നോ അവരുടെ ഉള്ളിൽ യേശു ജനിക്കുവാനിടയാവും. അപ്പോൾ നമ്മളെല്ലാം ആക്ച്വലി ഒരു മറികളാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാം ആക്ച്വലി മറികളാണ്. സ്തോത്രം. നമ്മളെല്ലാം വിശുദ്ധര, മറിയെ പോലെ സമർപ്പണമുള്ളവർ. ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മറിയെ പോലെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ കർത്താവിൻ്റെ വചനം വായിക്കുന്നുണ്ട്, മറിയെ ഗ്രഹിക്കുമായിരുന്നു, ഓരോന്നും ഗ്രഹിക്കുമായിരുന്നു. യേശുവിൻ്റെ ഓരോ പ്രവൃത്തികൾ കാണുമ്പോൾ മറിയെ ഗ്രഹിക്കുമായിരുന്നു. ഹല്ലേലൂയ. നോക്കിയേ, കാനായിലെ കല്യാണത്തിന് മറിയെ ഗ്രഹിച്ചു, അല്ലേ? യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം മറിയെ ഗ്രഹിക്കുവാനിടയായി. യേശു പറഞ്ഞതെല്ലാം ഗ്രഹിക്കുമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ യേശുവിന് ഭയങ്കര ജ്ഞാനവും വിസ്ഡമൊക്കെയായിരുന്നു. അവർ പരീക്ഷന്മാരോട് ന്യായശാസ്ത്രിമാരോടൊക്കെ തർക്കിക്കുമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യേശുവിന് വിദ്യാഭ്യാസമേ ഇല്ലായിരുന്നു. അങ്ങനെ യേശു പറയുന്നത്, ഞാനല്ല സംസാരിക്കുന്നത്, പിതാവാം ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ. യേശു നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും വിദ്യാഭ്യാസമില്ലാത്തവരാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ആത്മാവ് വെളിയിലൂടെ സംസാരിക്കാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ സംസാരിക്കുന്നത് യേശു സംസാരിക്കുന്നവരെ ആയിത്തീരും. നമ്മുടെ നാവിലൂടെ ഒഴുകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങളായിരിക്കണം. സ്തോത്രം. അപ്പോൾ നമ്മളെല്ലാവരും അറിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ആ തക്ക സമയമാകുമ്പോൾ, പ്രൈസ് ഗോഡ്, നമ്മൾ ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനിടയാം. അതാണ് റാപ്ചർ എന്നൊക്കെ പറയുന്നത്. പ്രൈസ് ഗോഡ്. നമ്മൾ ഇതിൽ നിന്ന് ഈ മറിയ പ്രസവിച്ചതുപോലെ നമ്മൾ യേശുവിനെ പ്രസവിക്കാനിടയും. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് വെളിയിലോട്ട് പൊട്ടി വരുവാണ്. കാരണം ആത്മാവ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ആത്മാവാണ്, നമ്മുടെ ആത്മാവോട് ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. നമ്മളെല്ലാം ചെറു ക്രിസ്തുക്കളാണ് ആക്ച്വലി. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ യേശു ഉള്ളതിനെല്ലാം നമ്മൾ ചെറു ക്രിസ്തുക്കളാണ്. പണ്ടുള്ള ക്രിസ്ത്യാനികളെ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്നെല്ലാം നിങ്ങൾ ചെറു ക്രിസ്തുക്കൾ എന്നാണ് പറയുന്നത്. ചെറു ക്രിസ്തുക്കൾ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ തന്നെ പണ്ടുള്ളവർ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്ന പേര് ക്രിസ്ത്യാനികൾ. ഹല്ലേലൂയ. സോ കന്യക ജനനത്തെ എന്താണ്, യേശു ക്രിസ്തു കന്യകയിൽ നിന്നാണ് ജനിച്ചതെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അത് നമ്മൾ ആത്മാവിൽ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ ആത്മാവിൽ ഗ്രഹിപ്പിക്കുന്നു. നമ്മളിന്നുവരെ യേശുവിനെ കണ്ടിട്ടില്ല, പക്ഷേ നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നു. യേശുവിന് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാണ്. യേശുവിന് വേണ്ടി നമ്മൾ ഉപവസിക്കാൻ തയ്യാറാണ്. യേശുവിന് വേണ്ടി കഴിക്കാൻ തയ്യാറാണ്. യേശുവിന് വേണ്ടി നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ചൂടാൻ നമ്മൾ തയ്യാറാണ്. യേശുവിന് വേണ്ടി എന്തും ചെയ്യുവാൻ, യേശുവിന് വേണ്ടി എന്തും ഞാൻ ചെയ്യുവാൻ തയ്യാറാണ്. കാരണം എന്താണ്? യേശു നമ്മുടെ ഉള്ളിലാണ്. ഹല്ലേലൂയ. അപ്പം ആ മറിയ യേശുവിനെ ഗർഭം ധരിച്ചപ്പോൾ അവൾ ഒരിക്കലും എന്താണ് ലോകത്തിലെ ഒരു ബന്ധത്തിലൂടെയല്ല ഉണ്ടായത്, പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഉണ്ടാകാൻ. സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് അനേകർ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അവർക്ക് എന്താണ് ക്രിസ്മസ് എന്ന് അറിയത്തില്ല, എന്താണ് യേശുവിനെ അറിയത്തില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് മഹാഭാഗ്യം തന്നു, ഈ ക്രിസ്തുവിനെ നമുക്ക് ഉൾക്കൊള്ളുവാൻ, ക്രിസ്തുവിനെ കാണുവാൻ. അത് നമ്മുടെ മിടുക്കല്ല, അത് കർത്താവ് നമുക്ക് ദാനമായി തന്ന രക്ഷയാണ്. അനാദി കാലങ്ങൾക്ക് മുന്നേ ദൈവത്തിൻ്റെ ആ ജീവപുസ്തകത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ, ദൈവത്തിൻ്റെ ആ നിർണയപ്രകാരം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ള വലിയ ഭാഗ്യമോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ചയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയ ക്രിസ്മസ് സന്ദേശം പറയാൻ വേണ്ടിയാണ് നമുക്കിന്ന് കൂടുവാനിടയായത്. ഇന്ന് വൽക്കാലം നിങ്ങൾക്ക് അവിടെ ക്രിസ്മസ് ആണല്ലോ. ഞങ്ങൾക്ക് നാളെ ഇവിടെ ക്രിസ്മസ് ആണ്. എന്നാൽ പ്രത്യക്ഷമായ ഒരു ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. ഡ്യൂട്ടിക്ക് പോകണം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുന്നു. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അനേകർ എന്താ രാവിലെ ഇവിടെ പ്രാർത്ഥിച്ച പോലെ കേരളം ഇന്ന് മദ്യത്തിന് അടിമയിലാണ്. അതുപോലെ അനേകർ ഇന്ന് ഘോഷിക്കുന്നത് മദ്യപാനം ഉപയോഗിച്ചാണ് ഘോഷിക്കുന്നത്. അതിൻ്റെ പുറകിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. ഇതുപോലെ കാലം നമുക്ക് ഒന്നിച്ച്, ഇന്ന് രാത്രിക്കാലം നമുക്ക് ഒന്നിച്ച് സ്പിരിറ്റിനെ ശാസിക്കാം. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ക്രിസ്മസ് ആണെന്ന് പറഞ്ഞ അനേകർ മദ്യപത്തിന് അടിമയായിരിക്കുകയാണല്ലോ.
അനേകരെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, അനേകർ വെറിക്കൂത്തിലാക്കിയിരിക്കുന്നല്ലോ കർത്താവ്, അനേകർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ആ ആഘോഷങ്ങൾ കണ്ട്, മദ്യപാനം കണ്ട് സ്വർഗം എന്ന് കരയുന്ന ദിവസമാണ്. പക്ഷേ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട ഞങ്ങൾ ഒന്നിച്ച് ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് തരുന്ന ഓർത്ത് ദൈവം സ്വർഗീയദൂതന്മാർ സന്തോഷിക്കുകയാണല്ലോ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകർ ഹൃദയങ്ങൾ യേശു എന്ന് ജനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ ഹൃദയങ്ങൾ യേശു എന്ന് ജനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ കർത്താവേ. അനേകരുടെ ഹൃദയങ്ങളിൽ നിന്ന് ദൈവം ജനിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് സംഭവിക്കട്ടെ. അനേകരുടെ ഹൃദയങ്ങളിൽ നിന്ന് പകൽക്കാലം യേശു ജനിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇന്ന് സമാധാനത്തോടെ, ടെററിസ്റ്റ് ആക്രമണങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാ ലോകത്തും എല്ലായിടത്തും സമാധാനം ഉണ്ടാകുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം കർത്താവിന് അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയമോ ദൈവം തന്ന എന്തെങ്കിലും ആലോചന പറയാനുള്ള സമയമുണ്ട്. അടുത്ത 3-4 മിനിറ്റ് അതിന് വേണ്ടി സമയം വേർതിരിക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാമല്ലോ. പാസ്റ്റർ മാത്യൂസോ ഫിലിപ്പോസിനോ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം കേട്ടോ. ഷിബു ബ്രദറിന് പറയണമെങ്കിൽ പറയാം. 5-10 മിനിറ്റ് അതിന് വേണ്ടി മാറ്റി വെക്കുന്നു. അതിനുശേഷം നമുക്ക് മീറ്റിംഗ്. അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണ് പിന്നെ നമുക്ക് മീറ്റിംഗ് പ്രാർത്ഥിച്ച് നിർത്താം. മാത്യൂസ് പാസ്റ്റർ പ്രാർത്ഥിച്ചെന്നാൽ നമുക്ക് കർത്താവ് ദൈവമേ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ പിതാവേ, പരിശുദ്ധാത്മാവിൽ കൂടെ, പിതാവിൻ്റെ ആത്മാവിൽ കൂടെ കന്യകയിൽ യേശു ക്രിസ്തു ജന്മം പ്രാപിച്ചു എന്നുള്ള സത്യം, ആ മർമ്മം, അതിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും മനുഷ്യബുദ്ധിയിൽ മന്ദതയായിരിക്കുന്നവർക്ക് തുറന്നു കൊടുക്കണമേ. വെളിപാടിൻ്റെ ആത്മാവിനെ കൊടുക്കണമേ. ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ കൊടുക്കണമേ. പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനെ കൊടുക്കണമേ. ക്രിസ്തു ദൈവപുത്രനാണ്. പരിശുദ്ധാത്മാവിൽ കൂടെ കന്യക ജനിച്ചുവെന്ന് ആ സത്യം അത് ഇസ്ലാം വിശ്വാസികൾക്കോ ഹിന്ദു വിശ്വാസികൾക്കോ ലോകത്തിലെ ബുദ്ധിജീവികൾക്കോ ലോകപ്രകാരമുള്ള സ്കൂൾ ബുദ്ധിയുള്ളവർക്കോ ഈ സത്യം വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണുകളെ നീ തുറക്കും. അവർക്ക് ഈ മറഞ്ഞിരിക്കുന്ന മർമ്മം അവർക്ക് കാണിച്ചു കൊടുക്കണമേ. ഈ വചനത്തിനെതിരെ വരുന്ന സകല പൈശാചിക ആലോചനകളോ അപവാദങ്ങളോ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവെ, ഇതിനെതിരെ വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ എതിരെ ചെയ്യുന്ന പാപമാണല്ലോ കർത്താവെ. ആ പാപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നോർത്ത് ഇന്ത്യ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, അങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ക്രിസ്തുവിനും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനത്തെ ബന്ധിക്കുന്നു. ശൗലിന് രൂപാന്തരം കൊടുത്ത കർത്താവ് ആ നോർത്ത് ഇന്ത്യയിൽ, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, കർത്താവെ, ഒറീസ, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആ സ്റ്റേറ്റുകളിലല്ല, മഹാരാഷ്ട്ര, എല്ലാ സ്റ്റേറ്റിലും കർത്താവെ, നമ്മൾ ക്രിസ്തുവിൻ്റെ എതിരെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്നത് എന്തെന്ന് അവർക്കറിയത്തില്ല കർത്താവെ. അവരുടെ മതത്തെ രക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവർ സുവിശേഷം കേൾക്കാതെ അവരുടെ മത പണ്ഡിതന്മാർ അല്ലെങ്കിൽ മതത്തിൻ്റെ കാവൽക്കാർ, അവരോ സ്വർഗരാജ്യത്തിൽ കയറത്തില്ല. സ്വർഗരാജ്യത്തിൽ കയറുന്നവരെ എതിർത്ത് നിൽക്കുന്നവർ, അവരെ നീ താഴ്ത്തി ഇറക്കണം. അല്ലെങ്കിൽ അവർക്ക് ശൗലിന് കൊടുത്ത പോലെ രൂപാന്തരം കൊടുക്കണം. കർത്താവ്, ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുവാണ്. കണ്ണുകൾ തുറന്നാട്ടെ, ചെവികൾ തുറന്നാട്ടെ. കർത്താവെ, ആദിയിൽ നീ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ വെളിച്ചം, പൗലോസ് കൊരിന്ത്യ സഭയിലേക്ക് പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ വെളിച്ചം, ദൈവത്തിൻ്റെ വെളിച്ചം അന്ധതയിലിരിക്കുന്നവരോട് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന, മനസ്സ് കെട്ടിയിരിക്കുന്ന, യഹൂദൻ്റെ മനസ്സ് കെട്ടിയിരിക്കുന്ന, ഈ ലൗകികരുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന ലോകത്തിൻ്റെ പ്രഭുവാവുന്ന പിശാചിൻ്റെ അന്ധത മാറ്റണമേ. ക്രിസ്തുവിൻ്റെ സത്യം മനസ്സിലാക്കി തരണം. നമ്മുടെ കൂടെ പഠിച്ചവരും നമ്മളെ പഠിപ്പിച്ചവരും നമ്മുടെ അയൽവാസക്കാരും കർത്താവ്, നമ്മൾ ജനിച്ചു വീണ സഭകളിലൊക്കെയും ഈ സത്യം അറിയിക്കണമേ. ബില്യൻസ് ഉള്ള ഹിന്ദു മതക്കാരും മുസ്ലിം മതക്കാരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ് കർത്താവെ. വീണ്ടും രാവിലെ നമ്മൾ ശാസിച്ചു, കേരളത്തിലെ ആ കള്ളൂരിയുടെ ബന്ധനത്തിൽ നിന്ന്, അന്ധകാല ശക്തി നീ ഈ ജനത്തിന് നീ മുക്തിയോ കൊടുത്തിരിക്കുന്നതിനാണ് സ്തോത്രം. പാസ്റ്ററിന് വേണ്ടി വീണ്ടും നന്ദി പറയുന്നു.
യൂത്തിൽ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി നന്ദി പറയുന്നു. ഞങ്ങളിലുള്ള ക്രിസ്തു എന്ന തല പോലെ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് അതിന് ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരണമേ. ക്രിസ്തു എന്ന തല പോലെ ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ മുദ്രയിടുന്നു. വൈഫിനെ ആയാലും ഭർത്താവിനെ ആയാലും മക്കളെ ആയാലും കൊച്ചുമക്കളെ ആയാലും അപ്പനെ ആയാലും അമ്മായപ്പനെ ആയാലും മാതാവിനെ ആയാലും അമ്മായിമ്മയെ ആയാലും കർത്താവെ, നോഹയുടെ പെട്ടകത്തിലെ പോലെ ക്രിസ്തു എന്ന പെട്ടകത്തിൽ ഈ വരുന്ന വർഷം ഞങ്ങളെ എല്ലാവരെയും രക്ഷയിൽ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥന കേൾക്കുക. നന്ദി. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഫ്രീ പാസ്റ്റ് ആശീർവാദം പറയാമോ? എന്നിട്ട് നമുക്ക് മീറ്റിംഗ് നടത്താം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുമിശിഹായുടെ കൃപയും സംബന്ധവും സഹവാസവും പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും ഞങ്ങളോട് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയോടും അവിടെയുള്ള സകല കമ്മ്യൂണിറ്റികളോടും ഇന്നു മുതൽ എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.